എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു 4 മണി പലഹാരം തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേപോലെയുള്ള ഒരു ബൺ റെസിപ്പിയാണ്. ബീഫ് നിറച്ച് തയ്യാറാക്കിയ ഒരു ബൺ തന്നെയാണ്. എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് ചെറു ചൂടുപാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് തിളപ്പിച്ച പാലാകരുത്, ചെറുതായി ഒന്ന് ചൂടാക്കിയ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറു ചൂടുപാലിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻ്റായിട്ടുള്ള ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ആ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതിനെ നമുക്ക് അടച്ചു വെക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് മാവ് തയ്യാറാക്കുമ്പോൾ എന്തുമാത്രം ഉപ്പ് വേണം അതിനുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ടോട്ടൽ 2.25 കപ്പ് മൈദയാണ് എടുക്കുന്നത്. പക്ഷേ ആദ്യം ഞാൻ 1 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ച ശേഷമാണ് അടുത്ത 1.25 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാലിന് ഞാൻ 2.25 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ 2 കപ്പ് മൈദ ആദ്യം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ മാത്രമേ 1/4 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവൂ. അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഏതാണോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണേ. നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ എണ്ണയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമേ. ഇത്രയും ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്നുകൂടെ ഒന്ന് കുഴച്ച് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഞാൻ പാത്രം കൊണ്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഏകദേശം 1/2 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബീഫിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാം. അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചു. വളരെ എളുപ്പത്തിലുള്ളൊരു മിക്സ് തന്നെ കേട്ടോ. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും 2-3 സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു സമയത്ത് പ്രഷർ കുക്കറിൽ നമുക്ക് സ്നാക്സിന് ആവശ്യമായിട്ടുള്ള ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായി ഒന്ന് പൾസ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഒരുപാടങ്ങ് പൊടിക്കുകയല്ല. പൾസ് ബട്ടണിൽ 1-2 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അത്രയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റുക. ഇത്രയും മാത്രം മതി കേട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കപ്പ് ബീഫാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയൊക്കെ ചേർത്തെടുത്ത ബീഫാണ്. എന്നിട്ട് ആ ബീഫും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് യോജിപ്പിച്ച ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു മസാലക്കൂട്ടിൽ വേണമെങ്കിൽ ഗരം മസാലയോ പെരുംജീരകത്തിൻ്റെ പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് മാത്രം തയ്യാറാക്കിയെടുത്തതേ ഉള്ളൂ. എല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനിയും ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഫ്രഷ് ക്രീം ചേർക്കാൻ മറക്കരുത്. കാരണം ഫ്രഷ് ക്രീം കൂടെ ചേർക്കുമ്പോഴല്ലോ ആ ബീഫിൻ്റെ ആ ഒരു മസാലയ്ക്ക് വളരെ ടേസ്റ്റ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുകയോ ചെയ്യരുത്. ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് നല്ലതായി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അത് കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഈ ഒരു സമയത്ത് ഈ ഒരു മാവ് ഇരിക്കുന്നുണ്ടോ, നന്നായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചതിൻ്റെ ഡബിൾ ആയിട്ടുണ്ട് മാവ് കേട്ടോ. ശരിക്കും ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കണം. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ നിങ്ങൾക്ക് കിട്ടും. കറക്റ്റ് 1/2 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്.
ഒരുപാടിട്ടങ്ങ് കുഴക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമുക്കിതിനെ പരത്തിയെടുക്കാനായിട്ട് മാറ്റാവുന്നതാണ്. അഥവാ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് എണ്ണ കയ്യിൽ തൂത്തിട്ട് മാത്രം എടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കുന്ന ഏതിലാണോ പരത്തിയെടുക്കാൻ എടുക്കുന്ന പലക അതിലേക്ക് കുറച്ച് മൈദയുടെ പൊടിയോ അല്ലെങ്കിൽ എണ്ണയോ തൂത്ത ശേഷം മാത്രമേ ഈ ഒരു മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ പലകയിൽ ഒട്ടിപ്പിടിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഈക്വലായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം പരത്തിയെടുക്കാമേ. ഞാനിപ്പം ഒറ്റയായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. കനം കുറച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിലെ ഒരു സൈഡിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. നടുക്കായിട്ടല്ല വെച്ച് കൊടുക്കുന്നത്, ഒരു സൈഡിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അല്ലെങ്കിൽ ഇതുപോലെ വലിയ പലക ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ആ ബീഫിൻ്റെ ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് ചീസാണേ. മൊസറല്ല ചീസ് ഉണ്ടല്ലോ, ആ ചീസ് നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ മൊസറല്ല ചീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡിൽ തന്നെ ഒന്ന് മടക്കി എടുക്കണേ, ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് വേണേ ചെയ്യാനേ. ഞാൻ പറഞ്ഞു പലകയിൽ ഒന്നിൽ എണ്ണയോ അല്ലെങ്കിൽ പൊടിയോ ഇട്ടിട്ട് മാത്രമേ ഇത് പരത്താൻ വെക്കാവൂ. ഇല്ലെങ്കിൽ പലകയിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ അതെല്ലാം മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്തെടുക്കുമ്പോഴും ശ്രദ്ധിച്ച് വേണം. നമുക്കിഷ്ടമുള്ള ഷേപ്പ് എങ്ങനെയാണോ അങ്ങനെ ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ രീതിയിലൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിസ്സ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ നൈഫ് വെച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പാളിച്ചകളൊക്കെ വരും. എങ്കിലും അത്യാവശ്യം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് ട്രേയിൽ കുറച്ച് എണ്ണ പുരട്ടി അതിന് മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിലും ചെറുതായി ഒന്ന് എണ്ണ തടവി കൊടുക്കണേ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബണ്ണിൻ്റെ മാവും ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു കോഴിമുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നല്ലതായി യോജിപ്പിച്ച് ഒരു ബ്രഷ് എടുത്ത് ഇതിലേക്ക് നമുക്കൊന്ന് തൂത്ത് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഓരോ മാവിൻ്റെ മുകളിൽ ഇങ്ങനെ തന്നെ ഒന്ന് പുരട്ടി കൊടുക്കുക. ഇനിയും ഇതിന് മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെളുത്ത എള്ളാണേ. വെളുത്ത എള്ള് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വേണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ വെളുത്ത എള്ളൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെയാണ് കാണും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. പ്രീഹീറ്റ് ചെയ്ത 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിനകത്തേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് നേരം നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അവനകത്ത് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഓരോ അവനകത്തും ചൂടുകൾ വ്യത്യസ്തമായിട്ട് കാണും. കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. അത് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബൺ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ രീതിക്ക് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.